നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഭാവഗായകൻ പി ജയചന്ദ്രന് യാത്രാമൊഴിയേകി കലാകേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ട് വളപ്പിൽ നടന്നു. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം മുടക്കിയ സംഭവത്തിൽ പേരാമംഗലം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയ എസ്ഐയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. പേരാമംഗലം എസ്ഐ വിജിത്തിനെയാണ് തൃശൂർ സി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. എസ്ഐക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകിയത് വിവാദത്തിനിടയാക്കിയിരുന്നു. പാലിക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാരനെ മർദ്ദിച്ച കാർ യാത്രക്കാരനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. ടോൾ നൽകുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഒല്ലൂരിൽ ഇറച്ചി മാർക്കറ്റിൽ കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് വിഭാഗം മിന്നൽ പരിശോധന നടത്തി. 4000 കിലോയോളം മാംസം പിടിച്ചെടുത്തു. കുരിയച്ചിറയിലെ അറവുശാലയിൽ അറക്കാതെ അനധികൃതമായി മാർക്കറ്റിൽ തന്നെ അറുത്ത മാംസമാണ് കോർപ്പറേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. കലാമണ്ഡലം ഗോപിയാശാന്റെ മനോരഥം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ഇന്നു പുലർച്ചെ 7 നടന്ന ദ്വാദശി പണം സമർപ്പണത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായത്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ഭക്തിസാന്ദ്രമായി. കാഴ്ചശിവേലിക്ക് പഴവിൽ രഘുമാരാർ നേതൃത്വം നൽകി. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ നടന്ന സംരംഭക സഭ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AITUC സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലെ റിംഗ് റോഡ് ശുചീകരിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന പള്ളിയിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജെറിൽ ജെയിംസ് കാർമ്മികത്വം വഹിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിന് എ ഗ്രേഡ് നേടിയ വടക്കാഞ്ചേരി എങ്കക്കാട് ശ്രീഭന്റെയും സന്ധ്യ ശ്രീഭന്റെയും മകൾ PS ഹിമയെ BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ഷാൾ അണിയിച്ചു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ ഞായറാഴ്ച തുടക്കമാകും. നാളെ രാവിലെ 10-ന് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് KUTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KP ഷംസുദ്ദീൻ തിരൂർക്കാട് പതാക ഉയർത്തും. ഇരിങ്ങാലക്കുട പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ഏൽ പയ്യ എന്ന വീഡിയോ ഗാനം ശ്രദ്ധേയമാകുന്നു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ പ്രവീൺ M കുമാറാണ് വീഡിയോ ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കാട്ടൂർ മണ്ണുകാട് ഫാത്തിമ ദേവാലയത്തിലെ അമ്പ തിരുനാളിന് കൊടിയേറി. മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ തിരുനാളിന് കൊടിയേറ്റി. 18, 19 തീയതികളിലാണ് തിരുനാൾ. കണ്ടശാംകടവ് കേൻഡസ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പരിപാടി നടന്നത്. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവന്റെ പിറന്നാൾ ധനുമാസത്തിലെ തിരുവാതിര നാളായ തിങ്കളാഴ്ച ആഘോഷിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരിയും കാർമ്മികരാകും. വില്ലടം നെല്ലിക്കാട് ഫ്രണ്ട്സ് നഗറിലെ കോർപ്പറേഷൻ കിണറ്റിൽ 3 ദിവസമായി കുടുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. PG ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരനായ അജീഷാണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസമായി നടന്നുവന്നിരുന്ന മഹാരുദ്ര യജ്ഞത്തിന് സമാപനമായി. ശൈവമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ വസോർധാരയോടെയാണ് 4ാം അതിരുദ്ര യജ്ഞത്തിന് വേണ്ടിയുള്ള 3ാം മഹാരുദ്ര യജ്ഞത്തിന് സമാപനം കുറിച്ചത്. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ CM ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില അധ്യക്ഷത വഹിച്ചു. മാള പുത്തഞ്ചിറ വില്ലുവമംഗലം പാടശേഖരത്തിൽ നെല്ല് വിളവായതിനെ തുടർന്ന് പാടശേഖരത്തിന്റെ തോട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുന്നതിന് കൃഷിക്കാർ തോട് വൃത്തിയാക്കി. പാടശേഖര സമിതി സെക്രട്ടറി PC ബാബുവിന്റെ നേതൃത്വത്തിലാണ് തോട് വൃത്തിയാക്കുന്നതിന് നടപടിയെടുത്തത്. ഒല്ലൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ സാലി പോളി അധ്യക്ഷത വഹിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന താലിവരവ് ഭക്തിസാന്ദ്രമായി. വിവിധ കലാരൂപങ്ങളും നൃത്തരൂപങ്ങളും താലിവരവ് ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി.
പാവറട്ടി സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മികച്ച പാലിയേറ്റീവ് സേവകർക്കുള്ള അവാർഡ് ദാനവും പാലിയേറ്റീവ് സന്ദേശ സംഗമവും 20-ന് നടക്കും. റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത 2 ദിവസം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ചാവക്കാട് ലയൺസ് ക്ലബ്ബും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കറുകുമാട് 4 മണിക്കാറ്റിൽ നടന്ന ക്യാമ്പ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലഫ്റ്റനന്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഇന്നും നാളെയും ആഘോഷിക്കും. തിരുനാളിന്റെ ഭാഗമായി വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ SI കെ ശരത് നിർവഹിച്ചു. എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയ്ക്കിടെ നടന്ന സംഘടനവുമായി ബന്ധപ്പെട്ട് ബ്ലാങ്ങാട് മിറാക്കിൾ HMCA എന്നീ ക്ലബ്ബുകൾക്ക് പോലീസിന്റെ നോട്ടീസ്. മണത്തല ചന്ദനക്കുടം നേർച്ച, വട്ടേക്കാട് നേർച്ച എന്നിവയിൽ ക്ലബ്ബുകൾ പങ്കെടുക്കുവാൻ പാടില്ലെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. കല്ലൂർ പാടം വഴിയിൽ പാലത്തിലിടിച്ച കാർ തോട്ടിലേക്ക് ചെരിഞ്ഞു. കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കേരള മുനിസിപ്പൽ കണ്ടിജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന കൺവെൻഷനിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം കാക്കാതിരുത്തിയിൽ ഹോട്ടൽ കുത്തിത്തുറന്ന മോഷണം. 4 ചാരിറ്റി ബോക്സുകളിൽ നിക്ഷേപിച്ചിരുന്ന പണം കവർന്നു. കാക്കാതിരുത്തി സെന്ററിൽ പ്രവർത്തിക്കുന്ന കോഫി ബ്രേക്ക് റെസ്റ്റോറന്റിലാണ് മോഷണം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വേദിയുടെയും സാംസ്കാരിക വേദിയുടെയും സംയുക്ത സമ്മേളനം നടന്നു. പെൻഷനേഴ്സ് യൂണിയൻ സാംസ്കാരിക സമിതി ജില്ലാ കൺവീനർ ഹാരി ഹാബി ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ നടന്ന ഭിന്നശേഷി ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗ്രാമസഭയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ചേലക്കര വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസഫ് മാത്യു, ഫാദർ NM ജോർജ് വട്ടുള്ളി, തബൂർ കുന്ന്, ഫാദർ രഞ്ജിത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രഥമ കൺവെൻഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് M ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ 1975 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തിയിൽ മണൽക്കടത്ത് പിടികൂടി. മണൽക്കടത്ത് മാഫിയ സംഘത്തിന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. 3 പേർ ഓടി രക്ഷപ്പെട്ടു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ചേരി ALP സ്കൂളിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.